പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ പാസഞ്ചർ സീരീസിൽ അടുത്ത ട്രെയിൻ ട്രൈ ഔട്ട് ചെയ്യാൻ പോവാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ. ഇപ്പോൾ എറണാകുളം എക്സ്പ്രസ് അങ്ങോട്ട് പോയുള്ളൂ ട്രിവാൻഡ്രത്തിലേക്ക്. അപ്പോൾ നമ്മളിന്ന് യാത്ര ചെയ്യുന്ന ട്രെയിൻ സമയം 6:10. അങ്ങനെയാണെങ്കിൽ ചിലർക്ക് ഗസ്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. വേറെ ട്രെയിനല്ല, നമ്മുടെ ആലപ്പുഴ എറണാകുളം പാസഞ്ചർ. അതെ, നമ്മളിപ്പോൾ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത്. രണ്ടാം പ്ലാറ്റ്ഫോമിൽ അതിൻ്റെ അനൗൺസ്മെന്റാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് വന്ന ടിക്കറ്റ് ഫെയർ എത്രയാണെന്ന് വെച്ചാൽ ഒരാൾക്ക് 20 രൂപ ഉള്ളതേ. നമ്മൾ രണ്ടുപേരുണ്ട്, 40. അപ്പോൾ ഒരാൾക്ക് 20 രൂപ. നമുക്ക് 57 കിലോമീറ്ററാണ് യാത്ര ചെയ്യാനുള്ളത്. ഈ വണ്ടി എന്ന് പറയുമ്പോൾ വലിയ തിരക്കുള്ള വണ്ടിയല്ല. മറ്റേ ഇപ്പോൾ നമ്മൾ യാത്രയുടെ പാസഞ്ചർ വെച്ചിട്ട് വലിയ തിരക്കുള്ള വണ്ടിയല്ല. അത് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഏറ്റവും പുറകിലാണ്, ഇപ്പോൾ എറണാകുളം പോയുള്ളൂ. അപ്പോൾ നമുക്ക് പുറകിലത്തെ കൊച്ചിയിൽ തന്നെ കയറാം. പുറകിൽ അങ്ങനെ തിരക്ക് കുറവാണ്. നമുക്ക് പോയാലോ. നമ്മുടെ വണ്ടി രണ്ടാം പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നുണ്ട്. ഇത് റേക്ക് ഷെയറിംഗ് ഉണ്ട്. ഏതാണെന്ന് വെച്ചാൽ എറണാകുളം കായംകുളം പാസഞ്ചർ, അതേപോലെ എറണാകുളം ഗുരുവായൂർ പാസഞ്ചർ, അതേപോലെ തന്നെ ഗുരുവായൂർ തൃശ്ശൂർ പാസഞ്ചർ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഓടുന്നത് ഈ വണ്ടി എന്ന് പറയുന്നത് ആലപ്പുഴ എറണാകുളം പാസഞ്ചർ ആയിട്ടാണ്. നമുക്ക് ബാക്കിലത്തെ കോച്ച് ഇതിനെ കയറാം. ഏറ്റവും ബാക്കിൽ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി കോച്ചാണ്. ഇതിൽ അങ്ങനെ കയറാൻ അങ്ങനെ വയ്യാത്ത ആൾക്കാർക്കുള്ള കോച്ചാണ്. ഇപ്പോൾ ആരും ഇല്ലെങ്കിൽ നമുക്ക് തിരക്ക് കൂടുതലുള്ള ടൈമാണെങ്കിൽ കയറുന്നതിൽ ഒരു കുഴപ്പമില്ല. നമുക്ക് ഈ കോച്ച് കയറി നോക്കാം, ഇവിടെ തിരക്കുണ്ടോ ഇല്ലെന്ന് നോക്കാം. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. കുഴപ്പമില്ല. നമ്മുടെ ഫേവറേറ്റ് സീറ്റ് സൈഡിൽ തന്നെ പിടിക്കാൻ. അങ്ങനെ സീറ്റ് പിടിച്ചു. സമയം 6:15, 6:30 വണ്ടി എടുക്കും, 6:20 വണ്ടി എടുക്കും. സമയം 6:20 എടുക്കേണ്ട സമയമായി. പക്ഷെ നമ്മുടെ ജനശതാബ്ദി തന്നെ ഉണ്ട്, കോഴിക്കോട് ജനശതാബ്ദി, കോഴിക്കോട് ട്രിവാൻഡ്രം ജനശതാബ്ദി. അപ്പോൾ അതുകൊണ്ട് അത് തുമ്പോളി എത്തി. ആലപ്പുഴയ്ക്ക് അടുത്ത സ്റ്റേഷനാണ് തുമ്പോളി. അപ്പോൾ അവിടെ എത്തിയോണ്ട് അത് ഇവിടെ വന്നിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. സിഗ്നൽ കിട്ടുള്ളൂ. ഇപ്പോൾ റെഡാ സിഗ്നൽ. കാരണം ഇത് സിംഗിൾ ലൈൻ ആയതുകൊണ്ട് നമുക്ക് ട്രാക്ക് ക്ലിയറൻസ് വേണമല്ലോ അങ്ങോട്ട് പോകാൻ. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ജനശതാബ്ദി പ്ലാറ്റ്ഫോമിൽ വന്ന് കയറണം ആലപ്പുഴ. എന്നാലും ഇനിയിപ്പോൾ ഇവിടെ നിന്ന് സിഗ്നൽ കിട്ടുള്ളൂ. അപ്പോൾ അതുവരെ ഇവിടെ പോസ്റ്റായി. സാധാരണ ജനശതാബ്ദി മാരാരിക്കുളത്ത് വെച്ച ക്രോസിങ് കിട്ടാറ്. ഇന്നിപ്പോൾ നമുക്ക് ആലപ്പുഴ വെച്ച് കാണാം ജനശതാബ്ദീനെ. 6:21 മിക്കവാറും അത് ഇനി വന്ന് ഇവിടെ പ്ലാറ്റ്ഫോമിൽ കയറി നമ്മളിനി പോകുമ്പോഴേക്കും മിക്കവാറും ഒരു 6:30 അറേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട്. 120-75 കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ് ആലപ്പുഴ സ്റ്റേഷൻ 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. യാത്രിക കൃപയാ ധ്യാൻ ദീജിए. പ്ലാറ്റ്ഫോം നമ്പർ 1. അങ്ങനെ 5 മിനിറ്റ് ലേറ്റോടെ ആലപ്പുഴയിൽ നിന്ന് പാസഞ്ചർ എടുത്ത് 6:25. അവിടെ കിടക്കണം നമ്മുടെ ധൻബാദ് എക്സ്പ്രസിൻ്റെ റേക്കാട്ടോ. അത് ഇന്ന് വന്ന വണ്ടിയാന്ന് തോന്നുന്നു. അപ്പോൾ ഇനി ഇതിപ്പോൾ രാവിലെ ഇവിടുന്ന് 6 മണിക്ക് എടുക്കും ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസ്. നമ്പറിൽ ഉണ്ണിയാനെ കൊണ്ട് ഇപ്പൊ ഈ സ്റ്റേഷനിൽ വണ്ടികൾ ഇങ്ങനെ ഇല്ല വരാൻ, ടൈമിൽ നിർത്താൻ. ഒരു വണ്ടി ഉണ്ട് 6:30 എറണാകുളത്ത് നിന്ന് ഒരു കായംകുളത്തേക്ക് ഒരു പാസഞ്ചർ ഉണ്ട്. അതിനോട് സ്റ്റോപ്പ് അതിനോട് സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ അതാണ് ഇനി തുമ്പോളിയിൽ ഇന്ന് നിർത്തേണ്ട വണ്ടി. കാരണം രാത്രി 8 മണിക്ക് ശേഷം ഒരു മെമോ ഉണ്ട്. അത് പക്ഷേ എന്താണ്, അതിന്നില്ല. ബുധനാഴ്ച മെമോ ഇല്ല. ഈ റൂട്ടിലൊരു വന്ദേ ഭാരത് ഉണ്ട്, അതുമില്ല. അപ്പോൾ തുമ്പോളി കലവൂരൊന്നും ആരും ഇല്ല കയറാൻ. പ്രത്യേകിച്ച് ഈ ബാക്ക് ആയതുകൊണ്ട് ആ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്ത് ആൾക്കാർ നിൽപ്പുണ്ട് കുറച്ച് പേര്. ബാക്കിലത്തെ കോച്ചിൽ കയറാൻ ആരുമില്ല. പിന്നെ മഴയും കൂടി ആയതുകൊണ്ട് ഇവിടെ ഷെൽട്ടർ ഇല്ലാത്തതുകൊണ്ട് ആരും ഇവിടെ നിൽക്കണില്ല. അതുകൊണ്ട് ബാക്കിലത്തെ കോച്ചിൽ ഇപ്പോഴും തിരക്കില്ല. പൊതുവെ ട്രെയിനിൽ തിരക്ക് കുറവാണ്. അവർ ബാക്കിൽ ഒട്ടും ആൾക്കാരില്ല. അങ്ങനെ കലവൂരെത്തി.
ഇനി അടുത്ത സ്റ്റോപ്പ് വരുന്നത് മാരാരിക്കുളം. ഇതാണ് ട്രെയിനിലെ അവസ്ഥ. കണ്ട ആരുമില്ല. മാരാരിക്കുളം എത്തി. നമ്മൾ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് കയറ്റി ചെയ്യണം. രണ്ടാമത്തിലേക്കല്ല, ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് കയറ്റി ചെയ്യണം. ഈ നടുക്കാണെയാണ് മെയിൻ ലൈൻ. ഈ റൂട്ടില് ഒന്നാമത്തെ പ്ലാറ്റ്ഫോം രണ്ടാമത്തെ പ്ലാറ്റ്ഫോം ലൂപ്പാണ്. അപ്പോൾ നമുക്കിവിടെ സ്റ്റോപ്പ് ഉള്ളതുകൊണ്ട് നമ്മളെ പ്ലാറ്റ്ഫോം ലൈനെ ലൂപ്പ് ലൈനിലേക്ക് കയറ്റി. അല്ലെങ്കിൽ മെയിൻ ലൈനിൽ കൂടെ പോയേനെ. എക്സ്പ്രസ് വണ്ടികളൊക്കെ നടുക്കൂടേക്ക് പോവാം. ഇനിയിപ്പോൾ നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ വന്ദേ ഭാരത് ഇല്ല. അതുകൊണ്ട് വേറെ വണ്ടികളൊന്നും പുറകിലില്ലാത്തതുകൊണ്ട് നമുക്ക് വേറെ ഒന്നിനെ കാണാൻ പറ്റില്ല. ഇനിയിപ്പോൾ നമുക്ക് ക്രോസിംഗ് ആയിട്ട് കാണാൻ പറ്റുക എറണാകുളത്ത് നിന്നെടുത്ത് കായംകുളം പാസഞ്ചറും ചിലപ്പോൾ രാജധാനി എക്സ്പ്രസും കാണാം ട്രിവാൻഡ്രത്തേക്ക് പോണത്. അപ്പോൾ മാരാരിക്കുളം എത്തി. തിരുവഴി നിർത്ത്. അപ്പോൾ കാണുമ്പോൾ വിചാരിക്കും നിങ്ങൾ പ്ലാറ്റ്ഫോം എവിടെയാണ്. സിംഗിൾ ലൈൻ ആയതുകൊണ്ട് അപ്പുറത്തെ സൈഡും അല്ല, ഈ സൈഡ് തന്നെയാണ് പ്ലാറ്റ്ഫോം. പക്ഷേ പ്ലാറ്റ്ഫോമിന് പുറത്താണ് വണ്ടി നിർത്തിയത്. കാരണം ചെറിയ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട്. ഇവിടെ ഒരു സിഗ്നൽ ഉണ്ട്. അപ്പോൾ വണ്ടി എടുത്ത് തിരുവഴി നിർത്ത്. റൂട്ടിലെ ഒരു മെയിൻ സ്റ്റേഷനാണ് ചേർത്തല. ആലപ്പുഴ എറണാകുളം റൂട്ടിലെ മെയിൻ സ്റ്റേഷൻ. ഇപ്പോൾ മിക്ക വണ്ടികളാണെങ്കിലും സൂപ്പർ ഫാസ്റ്റ് വണ്ടികളാണെങ്കിലും ചില വണ്ടികളൊക്കെ ഇപ്പോൾ രാജധാനി ആണെങ്കിലും വന്ദേ ഭാരത് ആണെങ്കിലും അങ്ങനത്തെ വണ്ടികളൊക്കെ മിക്കതും ഈ പറഞ്ഞ പോലെ എറണാകുളം വിട്ട് ആലപ്പുഴയാണ് സ്റ്റോപ്പ്. പക്ഷേ അതിൻ്റെ കീഴിൽ അത് കഴിഞ്ഞിട്ട് തന്നെ ചില സൂപ്പർ ഫാസ്റ്റ് വണ്ടികൾ, ചില വണ്ടികൾ എക്സ്പ്രസ് ആണെങ്കിലും ലോങ് ഡിസ്റ്റൻസ് പോകുന്ന എക്സ്പ്രസ് ആണെങ്കിലും അതിനൊക്കെ ഈ ചേർത്തലയും സ്റ്റോപ്പ് ഉണ്ട്. ചേർത്തല ഈ പറഞ്ഞ പോലെ നേരെ ഹൈവേൻ്റെ സൈഡിൽ തന്നെ റെയിൽവേ സ്റ്റേഷൻ. അതുകൊണ്ട് ആൾക്കാർക്ക് എത്തിപ്പെടാൻ സുഖമായിരിക്കും. അപ്പോൾ ഈ പാസഞ്ചറിന് ഇവിടെ സ്റ്റോപ്പ് ഉണ്ട്. അതേപോലെ ഈ ലോങ് പോണ നേരത്തെ കണ്ട സ്റ്റേഷൻ പോലെ അല്ല, അത്യാവശ്യം മെയിൻ സ്റ്റേഷനാണ് ഈ റൂട്ടിൽ ആലപ്പുഴ കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ തന്നെ മിക്ക എക്സ്പ്രസ് വണ്ടികൾക്ക് ഇവിടെ സ്റ്റോപ്പ് ഉണ്ട്. അടുത്ത സ്റ്റോപ്പ് എത്തി വയലാർ. പ്ലാറ്റ്ഫോമിലേക്ക് കയറോ ഇല്ലയോ എന്നൊരു ഡൗട്ടാണ്. നോക്കാം. ജസ്റ്റ് നമ്മൾ ഇന്നായി. ഇല്ല, ഔട്ടായി. കയറിയില്ല. കയറിയില്ല. കയറി. വയലാറെത്തി. കറക്റ്റ് വയലാർ ആണ്. വയലാർ സ്റ്റേഷൻ. കുറച്ചേരി ഇറങ്ങി, കുറച്ചേരി കയറി. അവിടെ ടിക്കറ്റ് ഫ്രണ്ടിൽ കൊടുക്കുന്നതുകൊണ്ട് അവിടെ നിന്നാണ് ആൾക്കാർ കയറിയത്. ഇവിടെ നിന്ന് അങ്ങനെ ബാക്കിൽ ആരുമില്ല. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് തുറവൂര് നമ്മുടെ എറണാകുളം കായംകുളം പാസഞ്ചർ കിടപ്പുണ്ട്. അവിടെ പിടിച്ചിട്ടേക്കാം. ഇനിയിപ്പോൾ നമ്മൾ ചെല്ലുമ്പോഴേക്കും അത് വിടാം. അപ്പോൾ അത് വെയിറ്റിങ്ങില്ല. നമുക്ക് വേഗം അടുത്ത സ്റ്റോപ്പായി തുറവൂരേക്ക് ചെല്ലാം. കയറുന്നുണ്ടോ നമ്മൾ കുറച്ച് പേര് ഫ്രണ്ടിൽ. എടുക്കുന്നില്ല വണ്ടി. അടുത്ത സ്റ്റോപ്പ് തുറവൂരാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്രോസിംഗ് ട്രെയിനെ കാണാം. എറണാകുളം നമ്മൾ അടുക്കാറായി. തുറവൂരെത്തി. തുറവൂർ കാണാൻ പറ്റുന്നില്ല ലൈറ്റ് കാരണം. അതാണ് നെയിം ബോർഡ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ എറണാകുളം കായംകുളം പാസഞ്ചർ കിടക്കണം. ആലപ്പുഴ ഒഴിവാണ് എറണാകുളം കായംകുളം പാസഞ്ചറും. അതിവിടെ കുറേ നേരമായിട്ട് നമ്മൾ വരാൻ വേണ്ടി ലൈൻ ക്ലിയറൻസിന് വേണ്ടി നിൽക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ തന്നെ പെട്ടെന്ന് ഈ വണ്ടി പുറപ്പെടും. നല്ല തിരക്കുണ്ട്. കാരണം ഇന്ന് മെയിമും കൂടി ഇല്ലാത്തതുകൊണ്ട് ഈ ഭാഗത്തേക്ക് ഇനി വേറെ വണ്ടികളില്ല. ഈ വണ്ടി കഴിഞ്ഞാൽ പിന്നെ രാജധാനിയാണ്. അതൊന്നും ആരും സാധാരണക്കാർ കയറില്ല. പിന്നെയുള്ള ബിലാസ്പൂർ തിരുനെൽവേലി സൂപ്പർ ഫാസ്റ്റ് അത് ലേറ്റ് ആണെന്ന്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഈ ഒരു സമയത്ത് ഇനി ആലപ്പുഴ സൈഡിലേക്ക് പോകാൻ ഈ ഒരു വണ്ടിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നല്ല തിരക്ക്. ഇപ്പം തന്നെ ഈ വണ്ടി പുറപ്പെടും.
എഴുപുന കഴിഞ്ഞ് തുറവൂർ കഴിഞ്ഞ സ്റ്റോപ്പ് എഴുപുനയായിരുന്നു. ഇനി എഴുപുന കഴിഞ്ഞിട്ട് ഇനി അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് അരൂര് പിന്നെ കുമ്പളം. അപ്പോൾ നമ്മുടെ എറണാകുളത്താണെങ്കിൽ നമ്മുടെ ട്രിവാൻഡ്രം അല്ല ഹസൻ നിസാമുദ്ദീൻ ട്രിവാൻഡ്രം രാജധാനി എക്സ്പ്രസ് വന്നിട്ടുണ്ട് എറണാകുളം സൗത്ത്. അപ്പോൾ ആ വണ്ടിക്ക് ഇനി അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് ആലപ്പുഴയാണ്. അപ്പോൾ നമ്മളിപ്പോൾ തുറവൂർ വിട്ടിട്ടാണ് അത് അവിടെ എത്തിയത്. ഐ മീൻ നമ്മൾ തുറവൂർ വിട്ടപ്പോഴാണ് അവിടെ സൗത്തിലെത്തിയത്. അപ്പോൾ ഇനി അവിടെ നിന്ന് അത് എടുക്കണമെങ്കിൽ നമ്മൾ കുമ്പളം എത്തണം. കാരണം ഇത് സിംഗിൾ ലൈൻ ആണല്ലോ. അപ്പോൾ ഈ എഴുപുനയാണെങ്കിലും അടുത്ത സ്റ്റോപ്പായ അരൂരാണെങ്കിലും രണ്ടും സിംഗിൾ ലൈൻ പ്ലാറ്റ്ഫോമുള്ള റെയിൽവേ സ്റ്റേഷൻ. കുമ്പളം എത്തുമ്പോഴാണ് അവിടെ 2 പ്ലാറ്റ്ഫോം തന്നെ. അപ്പോൾ നമുക്ക് ലൂപ്പ് ലൈനിലേക്ക് നമ്മൾ മാറ്റിയിട്ടാൽ രാജധാനിക്ക് നേരെ മെയിൻ ലൈൻ വെച്ച് പിടിച്ച് ആലപ്പുഴയ്ക്ക് പോവാം. അതുകൊണ്ട് ഏതായാലും നമ്മൾ വന്ന വരെ എറണാകുളം സൗത്തിൽ തന്നെ നമ്മുടെ രാജധാനി എക്സ്പ്രസ് കിടക്കും. ഇനി അത് കുമ്പളത്തേക്ക് വന്ന് പിടിച്ചിടണമെന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ അതിന് വേഗം പോവാം. അല്ലെങ്കിൽ നമ്മൾ കുമ്പളം എത്തിയിട്ടായിരിക്കും ചിലപ്പോൾ രാജധാനി എക്സ്പ്രസ് എറണാകുളത്ത് നിന്ന് എടുക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എത്ര മുമ്പ് രാജധാനി എക്സ്പ്രസ് കുമ്പളത്ത് നിർത്തിയിട്ടിട്ട് നമ്മൾ എത്തിയിട്ട് അതിന് വിടും. ഏതായാലും നോക്കാം. ഏതായാലപ്പോൾ എറണാകുളം സൗത്തിൽ നമുക്ക് രാജധാനി കിട്ടും. അപ്പോൾ ഒരു ക്രോസിങ് കൂടി നമുക്ക് ഈ യാത്ര കിട്ടും. അതിന് പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ആലപ്പുഴ സൈഡിലേക്കുള്ള വണ്ടി എന്ന് പറയുന്നത് ബിലാസ്പൂർ തിരുനെല്ലി എക്സ്പ്രസ് ആണ്. അത് പക്ഷേ 3 മണിക്കൂർ 3 to 2 മണിക്കൂർ എടുത്ത് ഡിലേ ആണ്. അപ്പോൾ അതുകൊണ്ട് ഏതായാലും അത് കിട്ടൂല. അതിന് മുമ്പ് നമ്മൾ എറണാകുളം എത്തും. പിന്നെന്താ, ഒരു എറണാകുളം മെമു ഉണ്ടായി, എറണാകുളം കൊല്ലം മെമു ആലപ്പുഴ വഴി. അത് ഇന്ന് ബുധനാഴ്ച അതിന് മെയിൻ്റനൻസ് ആയതുകൊണ്ട് അത് ഇന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനി ക്രോസിങ്ങിന് കിട്ടുന്ന വണ്ടി ഏതാണെന്ന് വെച്ചാൽ എറണാകുളം അല്ല ഹസൻ നിസാമുദ്ദീൻ ട്രിവാൻഡ്രം രാജധാനി എക്സ്പ്രസ്. അപ്പോൾ അടുത്ത സ്റ്റോപ്പ് അരൂര്. കുമ്പളം നമ്മൾ പുറത്താണെന്നാണ് ഡൗട്ട്. കയറുമെന്നറിയില്ല ഉള്ളിലേക്ക്. നമ്മൾ പുറത്താക്കപ്പെട്ടു ഗൈസ്. കുമ്പളത്തി. അപ്പോൾ രാജധാനി എറണാകുളത്ത് നിന്ന് എടുത്തിട്ടില്ല. ഇനി രാജധാനി അവിടെ നിന്ന് എടുക്കും. അതുവരെ നമ്മളിവിടെ പോസ്റ്റായിട്ട് ഇറങ്ങി നിൽക്കാമെന്ന് വിചാരിച്ചാലും നമ്മളിവിടെ പ്ലാറ്റ്ഫോമിൽ കയറ്റിയില്ല. അതുകൊണ്ട് നമ്മളിവിടെ തന്നെ. ഇനിയിപ്പോൾ രാജധാനി ക്രോസിങ് കാണാം. കുറച്ച് സമയം പിടിക്കും അവിടെ നിന്ന് ഉരുട്ടി ഇവിടെ എത്തിക്കാൻ. നോക്കാം. ഇവിടെ 3 ട്രാക്ക് കാണാം. ഈ നടുക്ക് കാണുന്നതാണ് മെയിൻ ലൈൻ. നമ്മളിപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 1 കിടക്കണം. അപ്പുറത്ത് കാണുന്നത് പ്ലാറ്റ്ഫോം നമ്പർ 2 പക്ഷെ അവിടെ പ്ലാറ്റ്ഫോമൊന്നുമില്ല. ഇപ്പോൾ 2 പാസഞ്ചർ ട്രെയിൻസ് അടുപ്പിച്ച് വരുമ്പോഴേക്കും അങ്ങോട്ട് വരാം. അപ്പോൾ അവിടെ ഇറങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അവിടെ നിർത്തുന്ന പാസഞ്ചറോ മെമോ ഒക്കെ ആണെങ്കിൽ. ഇനിയിപ്പോൾ ഇത് ആലപ്പുഴ സൈഡാണ്. ആലപ്പുഴയ്ക്ക് അങ്ങോട്ട് റെഡാണ്, അവിടെ പച്ചയാവും വൈകാതെ ഇപ്പോൾ തന്നെ. അപ്പോൾ നമുക്ക് രാജധാനി ക്രോസ് ചെയ്യണ കാണാൻ പറ്റും. അതുവരെ നമ്മൾ കുമ്പളത്ത് പോസ്റ്റാണ്. സമയം 7:42. ട്രെയിൻ നല്ല ഡിലേ ആണ്. നമുക്ക് സത്യം പറഞ്ഞാൽ 7:50 തോന്നുന്നു എറണാകുളം ടൈം പറഞ്ഞേക്കണത്. ഏതായാലും 7:50 കഴിയും. 8 മണിയിലേക്ക് എന്തെങ്കിലും പോകും നമ്മൾ എറണാകുളത്തേക്ക് കയറുമ്പോൾ. നോക്കാം. അതിനകത്ത് രാജധാനീൻ്റെ ക്രോസിങ് കാണാം. അങ്ങനെ രാജധാനി പോയി. നമുക്ക് സിഗ്നൽ കിട്ടി. നമ്മളും കുമ്പളത്ത് നിർത്ത്. ഇനിയിപ്പോൾ അടുത്ത നമ്മുടെ ലാസ്റ്റ് സ്റ്റോപ്പ് എറണാകുളം ജംഗ്ഷൻ. ഇനിയിപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ നിർത്താൻ ഇനി വേറെ വണ്ടികളില്ല. ഇനിയിപ്പോൾ നാളെ ഇതാണ് ഈ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തുന്ന വണ്ടികളിൽ ലാസ്റ്റ് വണ്ടി. ആലപ്പുഴ എറണാകുളം പാസഞ്ചർ.
അങ്ങനെ എറണാകുളത്തേക്ക് എത്തി. നമ്മൾ മിക്കവാറും 5 or 6 ആ സൈഡിലേക്കുള്ള പ്ലാറ്റ്ഫോമിലേക്ക് കയറാം. ഇപ്പം നമ്മൾ ലൈൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുകയാണെങ്കിൽ എന്തായാലും 1ലേക്കായിരിക്കും. മറ്റേ പാസഞ്ചർ ഇവിടെ എൻഡ് ചെയ്യണതുകൊണ്ട് മിക്കവാറും 5 or 6 ആയിരിക്കും. കാരണം ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ റൈറ്റ് ഷെയറിങ് കണ്ടില്ല. എറണാകുളം കായംകുളം പാസഞ്ചർ റേറ്റ് ഓടും, എറണാകുളം ഗുരുവായൂർ പാസഞ്ചർ റേറ്റ് ഓടും. അപ്പം മിക്കവാറും നാളെ രാവിലെ 6:10 ഗുരുവായൂർ പാസഞ്ചർ റേറ്റ് ആയിരിക്കും ചിലപ്പോൾ ഇത് റൈറ്റ് ഷെയർ ചെയ്ത് അങ്ങോട്ട് പോവുക. അങ്ങനെ നമ്മുടെ ആലപ്പുഴ എറണാകുളം പാസഞ്ചർ ട്രെയിൻ വ്ലോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ബാക്കിലത്തെ കോച്ചിൽ നിന്നൊന്നും ആരും ഇറങ്ങാനില്ല. ഫ്രണ്ടിൽ അത്യാവശ്യം ഉണ്ടായി, അവരൊക്കെ ഇറങ്ങി. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ട്രെയിനിൻ്റെ തിരക്ക് പറയുകയാണെങ്കിൽ അത്യാവശ്യം ആൾക്കാരെ ഉണ്ട് കേട്ടോ. ഫ്രണ്ടിലത്തെ കോച്ചിലാണ് എല്ലാവരും കയറിയത്. നമ്മൾ പുറകിലായിരുന്നു തിരക്ക് ഒട്ടും ഉണ്ടായിരുന്നില്ല. ഇവിടെയാണെങ്കിൽ ഈ കോച്ചിലൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് തിരക്കില്ലാത്തവരെ ഫീൽ ചെയ്തത്. ഈ വണ്ടിയിൽ അത്യാവശ്യം തിരക്ക് ഫ്രണ്ടിലത്തെ കോച്ചിലുണ്ട്. അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്തേക്ക് വരുന്ന ആൾക്കാരാണെങ്കിൽ ബാക്കിലത്തെ കോച്ചിൽ കയറണേക്കും ബെറ്റർ. ആലപ്പുഴയിൽ നിന്ന് കയറുമ്പോൾ സുഖമായിട്ട് കിടന്ന് യാത്ര ചെയ്ത് വരാം. കാരണം ഒട്ടും തിരക്ക് ഉണ്ടായില്ല. 5-6 പേര് ഒരു കോച്ചിലായിട്ടൊക്കെ ഉണ്ടായുള്ളൂ. അതുകൊണ്ട് നല്ലൊരു അടിപൊളി പാസഞ്ചർ തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ 20 രൂപയാണ് ടിക്കറ്റ് ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്തേക്ക്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ പാസഞ്ചർ സീരീസിലെ ഒരു എപ്പിസോഡായിരുന്നു നമ്മുടെ ഇന്നത്തെ ട്രെയിൻ ആലപ്പുഴ എറണാകുളം പാസഞ്ചർ. അപ്പോൾ സമയം 8:05, 7:50 ടൈം. കുഴപ്പമില്ല, ചെറിയൊരു ഡിലേ വന്നുള്ളൂ. അത് സ്ലാക്ക് ടൈമുള്ള വണ്ടിയാണ്, എന്നിട്ടും ഡിലേ വന്നു. കാരണം കണ്ടല്ലോ ക്രോസിങ് ഉണ്ടായി. പിന്നെ അപ്പോൾ 20 രൂപ ടിക്കറ്റ്. നല്ല യാത്ര, തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പറഞ്ഞ പോലെ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണാം. അപ്പോൾ ബൈ.